നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഷാഫി പറമ്പിൽ അങ്ങനെ ഒരു കിടിലം മറുപടി നൽകിയിരിക്കുകയാണ്. അതായത് പറവൂർ മണ്ഡലത്തിലെ പ്രളയബാധിതർക്ക് വിഭാവനം ചെയ്ത പുനർജനി ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ കുരുക്കാനായി CPM ഒരു നീക്കം നടത്തുന്നുണ്ട്. അതായത് ഏറ്റവും ഒടുവിലത്തെ അടവ് പയറ്റാമെന്ന് വിചാരിച്ചിറങ്ങിയ CPM-ന് ഇവിടെയും പണി പാളി എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. കഴിഞ്ഞ ദിവസം ജട്ടിക്കേസിൽ പുറത്തിറങ്ങിയ ആന്റണി രാജു മാധ്യമങ്ങളോട് പ്രതികരിച്ചത് കോടതിയിലും ഒരു പ്രതി അല്ലെങ്കിൽ ഒരു പ്രതിയല്ലാത്ത നിരപരാധി ശിക്ഷിക്കപ്പെടും എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് ഞാൻ, ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഞാൻ എന്നൊക്കെ തന്നെ പേടിച്ച് പറയുന്ന ഒരു വിവരം നമ്മൾ കേട്ടിരുന്നല്ലോ. അതുപോലെയൊന്നുമല്ല. അതായത് സ്വന്തം പേരിനെതിരെ അല്ലെങ്കിൽ സ്വന്തം വ്യക്തിക്കെതിരെ സതീശനെതിരെ വി.ഡി. സതീശനെതിരെ ഒരു കുരുക്ക് മുറുകുമ്പോൾ വിജിലൻസ് അന്വേഷണം CBI അന്വേഷണം വേണമെന്ന് വരുമ്പോൾ വരട്ടെ, വിജിലൻസ് അല്ല CBI അല്ല ഇനി ഇന്റർപോൾ തന്നെ വരട്ടെ, ഞാൻ വ്യക്തമായ വിവരത്തോടു കൂടി പറയുന്ന കാര്യങ്ങളാണ്, കൃത്യമായി എന്റെ കയ്യിൽ എല്ലാ തെളിവുകളും ഉണ്ട്, രേഖകളുണ്ട്, ആര് ചോദിച്ചാലും കൊടുക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് വ്യക്തമായിരിക്കുകയാണ്. മാത്രമല്ല ഷാഫി പറമ്പിൽ വളരെ ക്ലിയർ കട്ട് ആയിട്ട് ഒരു മറുപടി ഈ ഒരു കാര്യത്തിൽ പറയുന്നുണ്ട്. അതായത് അദ്ദേഹം ചോദിക്കുന്നത് ഇതൊക്കെ എന്ത് തരം കളികളാണെന്നുള്ള, അത്ര മ്ലേച്ഛ കളികൾ മാത്രമേ CPM-ന് അറിയാവൂ. അതായത് നിക്കക്കളി ഇല്ലാതെ പതറി നിൽക്കുന്ന CPM-ന് പാർട്ടിക്ക് ഇനി മറ്റൊന്നും ചെയ്യാനില്ല, വരട്ടെ വന്നോട്ടെ, നമ്മൾ ഏത് തരത്തിലുമുള്ള അന്വേഷണത്തോട് ഞങ്ങൾ സഹകരിക്കും, അതിൽ യാതൊരു തെറ്റുമില്ല, ജനങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ടല്ലോ. കാരണം പേടിയാണ് അവർക്ക്, കയ്യിൽ നിന്ന് പോകും. അതായത് മൂന്നാമത് പിണറായി സർക്കാർ ലക്ഷ്യം വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ സ്വപ്നം കണ്ടിരിക്കുന്ന ഈ ഒരു പാർട്ടിക്ക് ഇതല്ലാതെ മറ്റൊന്നും ചെയ്യാനില്ല. കാരണം ജനങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞല്ലോ, ജനങ്ങൾക്കെല്ലാം മനസ്സിലായി കഴിഞ്ഞല്ലോ. അപ്പോൾ ജനങ്ങൾ കൃത്യമായി വിലയിരുത്തും. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് അവർക്ക് ചെയ്യാനായി ഒന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ രാഷ്ട്രീയ ഗിമിക്കുകളൊക്കെ തന്നെ നടത്തിക്കൊണ്ടുവരുന്നത്. ധൈര്യമുണ്ടെങ്കിൽ അവർ ഈ കേസുമായി മുന്നോട്ട് പോട്ടെ, ഞങ്ങൾ കൃത്യമായി തന്നെ സഹകരിക്കുമെന്നാണ് ഷാഫി പറമ്പിൽ പറയുന്നത്. എന്തായാലും ഷാഫി പറമ്പിലിന്റെ ആ പ്രതികരണം ഒന്ന് കേൾക്കാം. യഥാർത്ഥത്തിൽ ഒരു എലക്ഷൻ സ്റ്റണ്ടാണ്, വിനാശകാലേ വിപരീത ബുദ്ധി എന്നാണ് അവർക്ക് അതിനെ സംബന്ധിച്ച് പറയാനുണ്ടാവുക. കാരണം അതിലൊന്നും ഇല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ 5 വർഷമായിട്ട് അവർ എന്തെല്ലാം ശ്രമങ്ങൾ നടത്തി, അവരുടെ തന്നെ വിജിലൻസും അതിന്റെ സംവിധാനങ്ങളും ഹോം സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കാര്യത്തിലെടുത്ത നിലപാട് എന്താണെന്നൊക്കെ നിങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളല്ല. നിങ്ങൾ അവരൊക്കെ ആയിട്ട് ബന്ധമുള്ള ആളുകളാണല്ലോ. ഇപ്പൊ ഒന്നും ഇല്ലാത്തൊരു സാധനത്തെ ഇപ്പൊ ഒരു വാർത്ത ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി വെറുതെ അതിൽ തന്നെ പറയുന്നു, ഇപ്പൊ നിങ്ങൾ പിന്നെ വായിച്ച വാർത്തയിൽ തന്നെ പറയുന്നു 1 വർഷം മുമ്പ് എങ്ങാണ്ട് ഉണ്ടായതാണെന്നുള്ളത്. അപ്പൊ അത് മുന്നോട്ട് പോകാൻ നിയമപരമായി നിലനിൽക്കില്ല എന്നുള്ളത് കൃത്യമായി അറിയുന്നത് കൊണ്ട് അവിടെ മൂടി വെക്കപ്പെട്ട സാധനം ഇപ്പൊ ഇലക്ഷനോട് അടുക്കുമ്പോൾ മറ്റൊന്നും പറയാനില്ലാത്തതിന്റെ പേരിൽ ഭരണം ക്ലോഷറിലേക്ക് നീങ്ങുമ്പോൾ ക്ലോസ് ചെയ്യപ്പെട്ട സാധനങ്ങൾ പൊക്കിയെടുത്തിട്ടാണെങ്കിലും ഒരു ഇലക്ഷൻ സ്റ്റണ്ട് നടത്തി നോക്കുക എന്നുള്ളതാണ്. ആ 100% വിഫലമായ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു ഏർപ്പാടായിരിക്കും അത്. ജനങ്ങൾ അതിനെ പുച്ഛിച്ച് തള്ളും. കാരണം ഒന്നുമില്ല അതിനകത്ത്. ഈ 4-5 വർഷം ആദ്യമേ അടയിരുന്ന് നോക്കിയതല്ലേ, അവരുടെ നിയമോപദേശം വിദഗ്ധോപദേശം ഒക്കെ കിട്ടിയിട്ട് അതിനകത്തൊന്നും ഇല്ലാന്ന് കണ്ടെത്തിയത് കൊണ്ടായിരുന്നല്ലോ ഇത്രയും കാലം അത് പിടിച്ചു വെച്ചത്. അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും ചെയ്യാൻ അന്നേ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നേ ചെയ്യുമായിരുന്നല്ലോ. അവരുടെ ആശങ്കയല്ലേ വെളിവാകുന്നത്, അവരുടെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാവില്ലേ കൂടുതൽ, അവരല്ലേ കൂടുതൽ എക്സ്പോസ്ഡ് ആണ്. ഞങ്ങൾക്ക് ആശങ്കകളില്ല. ഞങ്ങൾക്ക് UDF-ന് ഒരാശങ്ക അക്കാര്യത്തിൽ ഒരു ഇലക്ഷൻ സ്റ്റണ്ടാണ്, അത് ദയനീയമായി പരാജയപ്പെടും. ഇന്നത്തെ ദിവസത്തെ വാർത്താ ഡീവിയേഷനുള്ള ശ്രമങ്ങളാണ്, ഞങ്ങളതൊന്നുമല്ല. ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഭരണം ക്ലോഷറിലേക്ക് എത്തിയൊരു ഗവൺമെന്റിന്റെ അവസാനത്തെ അടവുകളിലൊന്നും ഇനി വരാണ്ടാവുമായിരിക്കും ഇങ്ങനത്തെ അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ജനങ്ങൾ കൃത്യമായിട്ട് കാണുന്നുണ്ട്. ഒരു മാസം പിന്നെ 1-1.5 മാസം മാത്രം ഇലക്ഷൻ ഡിക്ലറേഷന് കാത്തിരിക്കുമ്പോൾ ഈ നടത്തുന്ന നാടകമൊക്കെ ജനങ്ങൾ കൃത്യമായിട്ട് അറിയാം. ഒന്നുമില്ല എന്ന് അവർ തന്നെ ഭരിക്കുമ്പോൾ അതിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ വിധി എഴുതിയിട്ടുള്ള ഒരു സ്ഥാനത്ത് പ്രൊസീഡ് ചെയ്യാൻ കഴിയാതെ അവർക്ക് ഉപേക്ഷിക്കേണ്ടി വന്നൊരു സ്ഥാനത്തെ തെരഞ്ഞെടുപ്പിനോട് അടുക്കുമ്പോൾ വാർത്തയാക്കാൻ ശ്രമിക്കുന്ന ഇലക്ഷൻ സ്റ്റണ്ട് ഞാൻ ആവർത്തിച്ച് പറയുന്നു, അത് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ദയനീയമായി പരാജയപ്പെടും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റിന്റെ വീഴ്ചകൾ, ശബരിമല ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ അതീവ ഗൗരവമായിട്ട് നിലനിൽക്കുകയാണ്. അതിന്റെ ഫർദർ ആക്ഷൻസ് ആണ് ഗവൺമെന്റിൽ നിന്നുണ്ടാവേണ്ടത്, SIT-യിൽ നിന്നുണ്ടാവേണ്ടത്. അതിനെ തടസ്സപ്പെടുത്താൻ നടക്കുന്ന ശ്രമങ്ങൾക്കാണ് അറുതി ഉണ്ടാവേണ്ടത്. അതിന്റെ ക്ലാരിറ്റിയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് വരേണ്ടത്. അത് ഞങ്ങൾ ചോദിക്കും, പ്രതിപക്ഷ നേതാവ് ചോദിക്കും, KPC പ്രസിഡന്റ് ചോദിക്കും, KC ചോദിക്കും, UDF ചോദിക്കും. ആ ഉത്തരങ്ങൾക്ക് പകരം ഇത്തരം കൊഞ്ഞനം കുത്തലുകൾ കൊണ്ട് കാര്യം ഉണ്ടാവില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് ഇത്തരത്തിൽ UDF നേതാക്കൾക്കെതിരെ ചില അന്വേഷണങ്ങൾ മുൻകാലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അത് ഇതെല്ലാം തന്നെ ഇതിന്റെ ഈ രാഷ്ട്രീയ പ്രേരിതമായ തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് അവർ ഈ സമയത്ത് ഈ 10 വർഷത്തിനുള്ളിൽ നടപ്പിലാക്കിയ എല്ലാ കാര്യങ്ങളും ഇപ്പൊ ജനങ്ങൾ 1 by 1 വിലയിരുത്തുന്നുണ്ട്. ആ വിലയിരുത്തലിൽ അവരുടെ ഇത്തരം ക്യാരക്ടർ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിനോടുള്ള ജനങ്ങളുടെ പ്രതികരണമായിരുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ. തദ്ദേശ തെരഞ്ഞെടുപ്പ് പോലും പ്രാദേശികമായി നടന്നൊരു തെരഞ്ഞെടുപ്പ് എന്ന് തോന്നാത്ത തരത്തിൽ കേരളത്തെ ഒറ്റ യൂണിറ്റായി ജനങ്ങൾ കണ്ടതുപോലെയാണ് തെരഞ്ഞെടുപ്പിൽ ബിഹേവ് ചെയ്തത്.
പഞ്ചായത്തിൽ, ബ്ലോക്കിൽ, മുനിസിപ്പാലിറ്റിയിൽ, കോർപ്പറേഷനിൽ, ജില്ലാ പഞ്ചായത്തിൽ, സമഗ്ര മേഖലയിലും എല്ലാ ജില്ലകളിലും UDFന്റെ വലിയ മുന്നേറ്റം ഉണ്ടായതിന്റെ കാരണം കേരളം ഒരു പൊളിറ്റിക്കൽ യൂണിറ്റായി കണ്ട് ജനങ്ങൾ ഈ ഗവൺമെന്റിനെതിരെ വിധി എഴുതി എന്നുള്ളതാണ്. അപ്പം അതിൽ നിന്ന് രക്ഷപ്പെടാൻ നടത്തുന്ന എല്ലാ ശ്രമങ്ങളും അവർക്ക് തിരിച്ചടിയായി മാറുകയാണ്. ഒരു പാട്ടിന്റെ പാരഡിയുടെ അകത്ത് പോലും അവർ കാണിച്ച ഒരു അസ്വസ്ഥത, അത് ഭരണത്തോടുള്ള വല്ലാത്തൊരു ഒരു ഭരണമില്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അതിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ മാറിയതിന്റെ സ്വഭാവമാണ്, അതിന്റെ പ്രതികരണമായിരുന്നു. അപ്പം അത് പരാജയപ്പെട്ടു. ശബരിമലയിൽ വീണ്ടും ചോദ്യങ്ങൾ അവർക്കെതിരെ ഉയരുന്നു. ഇപ്പൊ അവസാനം ഗവൺമെന്റിനെതിരായിട്ടുള്ള ചിന്ത ജനങ്ങൾക്കിടയിൽ വ്യാപൃതമാകുമ്പോൾ വാർത്തകൾ ഇപ്പം ഇന്ന് രാവിലെ മുതൽ നിങ്ങളെല്ലാം കോൺഗ്രസിന്റെ മുന്നൊരുക്കത്തെ സംബന്ധിച്ച് നേതാക്കൾ അതിന്റെ കാര്യങ്ങൾ പ്രതികരിക്കുന്നു. ക്യാമ്പിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ഉണ്ടാവുന്നു. അപ്പം ഞങ്ങൾ ഒരു അഗ്രസീവ് മോഡിൽ ഞങ്ങൾ ആദ്യത്തെ ചുവടുകൾ ഞങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് വെക്കുമ്പോൾ ഈ അസ്വസ്ഥത നേരെ ചെന്ന് തട്ടുന്നത് അവിടെയാണ്. അപ്പം അതിനൊരു ഡീവിയേഷൻ വേണം. അത് അവരുടെ ഒരു പരാജയപ്പെടുന്ന സ്ട്രാറ്റജിയായി മാറും. UDFന്റെയും അദ്ദേഹത്തിന്റെയും UDFന്റെയും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ UDFന്റെ ഈ മുന്നൊരുക്കങ്ങളും പ്രവർത്തനങ്ങളും അവർക്കുണ്ടാക്കുന്ന അസ്വസ്ഥതയുടെ പ്രതികരണങ്ങളാണ്. ഇതിപ്പോ എടുത്തൊരു വാർത്ത ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞൊരു വർഷം മുമ്പ് മുന്നോട്ട് പോകില്ല എന്ന് തീരുമാനിച്ചറിഞ്ഞ് മൂടി വെച്ച ഒരു സാധനത്തെ എടുത്ത് പുറത്തേക്ക് ഇട്ടിപ്പോ ഇവിടെ നിങ്ങൾ പറഞ്ഞതിനകത്ത് തന്നെ പറയുന്നു, ഒരു വർഷം മുമ്പേ വീഡിയോ പരിശോധന കഴിഞ്ഞതിന് ശേഷമാണ് ഇത്തരം ഒരു ശുപാർശ വന്നിട്ടുള്ളത്. അല്ല, ഇതൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണല്ലോ അന്വേഷണം നടത്തിയത്. 5 കൊല്ലം അധികാരത്തിലിരിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പ് മന്ത്രി ഞങ്ങളായിരുന്നില്ലല്ലോ, കോൺഗ്രസ് ആയിരുന്നില്ലല്ലോ. എല്ലാ വീഡിയോയും എല്ലാ തെളിവുകളും പരിശോധിച്ച് എല്ലാ റിപ്പോർട്ടുകളും വിജിലൻസിന്റെയും ഹോം സെക്രട്ടറിയുടെയും മുമ്പിൽ വന്നിട്ട് ആ വന്ന റിപ്പോർട്ടുകൾ അടിസ്ഥാനപ്പെടുത്തി ഇത് ഇനി മുന്നോട്ട് പോവോ ഇല്ലയോ എന്നുള്ളത് പരിശോധിച്ച് ഇതിന് നിലനിൽപ്പില്ല എന്ന് അവര് തന്നെ തീരുമാനിച്ച് ഉപേക്ഷിച്ചതിനെ ഇപ്പൊ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം എന്ന് പറയാവുന്ന ഒരു സമയത്തെടുത്ത് പുറത്തിടുന്നതിന്റെ ഇന്റൻഷൻ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് അവർ നടിച്ചാലും ജനങ്ങൾക്ക് മനസ്സിലാവും. ജനങ്ങൾ ഇതിനെതിരെ കൂടെ പ്രതികരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും അടുത്ത തെരഞ്ഞെടുപ്പ്. CBI അന്വേഷണത്തിന് സാധ്യതയാണ് വരുന്നത്. രോഗേഷ് ഗുപ്ത വിജിലൻസ് ഡയറക്ടർ എന്ന കാലത്താണ് വിദേശ പണപ്പിരിവിലെ ക്രമക്കേടുകൾ സംബന്ധിച്ച ചൂണ്ടിക്കാട്ടി കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണത്തിന് ശുപാർശ നൽകിയത്. ഈ ശുപാർശ ഇപ്പോഴാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് കൈമാറിയത്. സർക്കാർ ഉടൻ തീരുമാനം എടുക്കുമെന്നാണ് മനസ്സിലാകുന്നത്. വിദേശ നാണയ വിനിമയ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് വിദേശത്തു നിന്ന് കോടിക്കണക്കിന് രൂപ സമാഹരിച്ചെന്ന ഗൗരവകരമായ ആരോപണമാണ് സതീശൻ നേരിടുന്നത്. വിദേശ ഫണ്ട് കൈകാര്യം ചെയ്യുന്ന കേസുകൾ അന്വേഷിക്കാൻ സംസ്ഥാന ഏജൻസികൾക്ക് പരിമിതികൾ ഉള്ളിടത്തോളം കാലം കേന്ദ്ര ഏജൻസിയുടെ ഇടപെടൽ അനിവാര്യമാണ് എന്നാണ് വിജിലൻസ് ഡയറക്ടറിന്റെ വിലയിരുത്തൽ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് പിന്നാലെ CBI കൂടുതൽ അന്വേഷണം ഏറ്റെടുക്കുന്നതോടുകൂടി പുനർജനി പദ്ധതി VD സതീശന് വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയായി മാറുമോ എന്നാണ് പലരും ചോദിക്കുന്നത്. എന്തായാലും രാഷ്ട്രീയ പ്രതിസന്ധിയായി മാറുമെന്ന CPMന്റെ വിലയിരുത്തൽ ഇപ്പോൾ ഈ ചുരുട്ടിക്കൂട്ടി കളഞ്ഞു, അറബിക്കടലിൽ കളഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം.